പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനിയുടെ ഭൂമി സർക്കാരിന് കൈമാറിയതിൽ പ്രതിഷേധവുമായി പ്ലാച്ചിമട സമരസമിതി. മുഖ്യമന്ത്രിയുടെയും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിക്കാൻ പ്രവർത്തകർ. നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെ ഭൂമി കൈമാറാൻ കൊക്കോകോളയെ അനുവദിച്ചത് നീതി നിഷേധമാണെന്നും സമരസമിതി പറയുന്നു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം തത്സമയമുണ്ട്. ഇക്ബാൽ അറക്കൽ, കത്തിക്കാൻ കോലം തയ്യാറാണ്. പ്രവർത്തകരെല്ലാം എത്തിക്കഴിഞ്ഞോ കത്തിക്കാൻ? സുജിയ, ഞാനിപ്പോൾ ഉള്ളത് ഈ പ്ലാച്ചിമടയിലെ ഈ കൊക്കക്കോള കമ്പനി പ്രവർത്തിച്ചിരുന്ന ഈ ബിൽഡിങ്ങിന് മുമ്പിലാണ്. ഇവിടെയാണ് ഇപ്പോൾ പ്ലാച്ചിമട സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രക്ഷോഭം സർക്കാരിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 35 ഏക്കർ ഭൂമിയിലാണ് ഈ കൊക്കക്കോള കമ്പനി പ്രവർത്തിച്ചിരുന്നത്. ഈ ഭൂമി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കൊക്കക്കോള കമ്പനി സർക്കാരിന് കൈമാറിയിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഈ പ്ലാച്ചിമടക്കാർക്ക് ഈ കൊക്കക്കോള കമ്പനി മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാര തുക നൽകണമെന്ന നിയമസഭയിൽ തന്നെ ഒരു നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് പാസ്സാക്കിയിട്ടും ഇതുവരെയും ഒരു രൂപ പോലും ഈ പ്ലാച്ചിമടക്കാർക്ക് അനുവദിച്ചിരുന്നില്ല. 216 കോടി രൂപയാണ് ഇവർക്ക് പ്ലാച്ചിമടക്കാർക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടിയിരുന്നത്. പക്ഷേ ഈ തുകയിൽ ഒരു തീരുമാനം ഇതുവരെയും ആവാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കമ്പനി ഈ ഭൂമി മുഴുവൻ സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ ഈ ഭൂമിക്കെതിരെ മാത്രമാണ് നടപടി സ്വീകരിക്കാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഭൂമി തന്നെ ഈ സർക്കാരിന് കൈമാറിക്കൊണ്ട് ഇതിൽ നിന്നും ഈ നഷ്ടപരിഹാരം നൽകാതെ ജനങ്ങളെ വഞ്ചിക്കാൻ കമ്പനി ശ്രമിക്കുന്നു എന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. ഇതിന് സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കോലം കത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. സമരസമിതി അംഗങ്ങൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്രയും കാലം പ്രതിഷേധിച്ചു, എന്നിട്ടും ഈ നഷ്ടപരിഹാരം നൽകാതെ ഇപ്പോഴും ഈ സർക്കാരും കമ്പനിയും എല്ലാം ചേർന്ന് നിങ്ങളെ പറ്റിക്കുന്നുവെന്ന്. അതായത് 216 കോടി രൂപ സർക്കാർ നിശ്ചയിച്ച ഒരു കമ്മീഷനാണ് തീരുമാനമെടുത്തത്. ആ 216 കോടി ഇവിടുത്തെ തദ്ദേശവാസികളായ ആദിവാസികൾക്കും കർഷകർക്കും ഇവിടെ താമസിക്കുന്ന ചുറ്റുപാടുമുള്ള നഷ്ടം സംഭവിച്ച ഇരകൾക്ക് നൽകണമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാരും ഇവിടുത്തെ മന്ത്രി MLA ആയിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കൂടി ഗൂഢാലോചന നടത്തി കോള കമ്പനിയിൽ നിന്ന് കോഴയോ കൈക്കൂലിയോ മേടിച്ച് ഏജന്റ് പണി ചെയ്തുകൊണ്ട് ഈ പാവങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ വഞ്ചന തുടരുകയാണെങ്കിൽ ഇനിയും ഞങ്ങൾ സഹിച്ചിരിക്കില്ല. എന്ത് സമരവും ഞങ്ങൾ നേരിടും. മരണം വരെ പോരാടിയെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും കൂടി ഈ സമരസമിതി പ്രവർത്തനം നടത്തി പറയുന്നു. ഈ കോലങ്ങൾ ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും എല്ലാം കോലങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർ. അവർ ഈ കോലങ്ങൾ കത്തിക്കാനുള്ള ശ്രമത്തിലേക്കാണ് കടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സമരസമിതിയുടെ നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള CR നീലകണ്ഠൻ അതുപോലെ തന്നെ മറ്റ് നേതാക്കളും എല്ലാം ഈ പ്ലാച്ചിമട സമരസമിതിയുടെ നേതാക്കളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ കോലം കത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. വർഷങ്ങളായി പ്ലാച്ചിമടയിലെ ഈ ആദിവാസി കുടുംബങ്ങൾ മുഴുവൻ അവർക്ക് അവകാശപ്പെട്ട ഈ ഒരു നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയായിരുന്നു. അവർ കുടിൽ കെട്ടി സമരം വർഷങ്ങളായി ഈ പ്ലാച്ചിമടയിലെ കൊക്കോകോള കമ്പനിക്ക് മുമ്പിൽ നടത്തുന്നു. നിരവധി തവണ പാലക്കാട് കളക്ടറേറ്റിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്കെല്ലാം അവർ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ഇതുവരെയും ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഒരു രൂപ പോലും ഈ പ്ലാച്ചിമടയിലെ ഒരു ആദിവാസി കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരമായി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്ലാച്ചിമടയിൽ ഈ കൊക്കോകോള കമ്പനി വന്നതുകൊണ്ട് തന്നെ ഇവരുടെ കുടിവെള്ളം സ്രോതസ്സുകളെല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം കോലം കത്തിക്കുന്നതിലേക്ക് എത്തുന്നു. നഷ്ടപരിഹാരത്തിൽ തീരുമാനമാകാതെയാണ് സർക്കാരിന് ഭൂമി കൈമാറാനായുള്ള നീക്കം നടന്നത്. അതിലാണ് ഇപ്പോൾ സമരസമിതിയുടെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് പ്ലാച്ചിമടയിൽ. പ്ലാച്ചിമടക്കാരുടെ പ്രതിഷേധം. വിക്രം സിന്ദാബാദ്. വഞ്ചകന്മാർക്കെതിരെയുള്ള പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. അടുത്തത് വൈദ്യുതി മന്ത്രി. മന്ത്രിയുടെ കോലം കത്തിച്ചിട്ട് കത്തുന്നില്ല എന്ന് തോന്നുന്നു ഇക്ബാൽ.
ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ, തീരുമാനമാവില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. കാരണം നിയമസഭ പാസാക്കിയ നിയമമുണ്ട്, അത് നടപ്പാക്കാനുള്ള വകുപ്പുകൾ ഇവിടെയുണ്ട്. 2011 മുതൽ ഈ നിയമവും നഷ്ടപരിഹാര കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം 2016 മാനിഫെസ്റ്റോയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നടപ്പാക്കണമെങ്കിൽ ആകെയുള്ള ഒരു വഴി കൊക്കക്കോള കമ്പനിയുടെ ഭൂമി സർക്കാരിന് കൈമാറിയതിലുള്ള പ്ലാച്ചിമട സമരസമിതിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധമാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്.